നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി VS പ്രിൻസ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇടതുമുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന CPM പ്രതിനിധി PK ഡേവിസ് രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മട്ടത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചത്. നൂലുവള്ളി സ്വദേശിനിക്ക് കൈത്താങ്ങായി നവകേരള സദസ്സ് 45 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട ആധാരത്തിന്റെ പകർപ്പ് കൈമാറി. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊടകര മേഖലാ സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. ചാലക്കുടി DYSP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി VS പ്രിൻസ് ചുമതലയേറ്റു. മുൻ ധാരണ പ്രകാരം CPM പ്രതിനിധിയായ PK ഡേവിസ് രാജിവെച്ച ഒടുവിലാണ് CPI പ്രതിനിധിയായ VS പ്രിൻസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ വരണാധികാരിയായിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആളൂർ ഡിവിഷനിൽ നിന്നുള്ള മെമ്പറുമായ PK ഡേവിസ് VS പ്രിൻസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും ചൂണ്ടൽ ഡിവിഷനിലെ AV വല്ലഭൻ പിന്താങ്ങുകയും ചെയ്തു. ആകെ 29 അംഗങ്ങൾ ഉള്ളതിൽ 28 പേർ പങ്കെടുത്തു. 4-നെതിരെ 24 വോട്ടുകൾക്കാണ് VS പ്രിൻസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച അടാട്ട് ഡിവിഷനിൽ നിന്നുള്ള ജിമ്മി ചൂണ്ടലിന് 4 വോട്ടുകൾ ലഭിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ വീഡിയോ കോൺഫറൻസ് വഴി ആശംസകൾ നേർന്ന് സംസാരിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുൻ മന്ത്രി VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ PK ഡേവിസ്, മേരി തോമസ്, ഷീല വിജയകുമാർ തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. VS പ്രിൻസ് മറുപടി പ്രസംഗം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവരും വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംഘടനാ പ്രതിനിധികളും ആശംസകളും അനുമോദനങ്ങളുമായി എത്തിയിരുന്നു. VS പ്രിൻസിന്റെ കുടുംബാംഗങ്ങളും അനുജനും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ VS ജോഷി എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 11ാമത്തെ പ്രസിഡന്റായിട്ടാണ് ആമ്പല്ലൂർ ഡിവിഷനിൽ നിന്നുള്ള VS പ്രിൻസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 29 വർഷങ്ങൾക്ക് മുൻപ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ച തൃശൂർ ജില്ലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ശ്രീ VS പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ജനം നോക്കിക്കാണുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. ജില്ലയുടെ ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകളിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ദൗത്യമാണ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. മനുഷ്യന്റെ മനസ്സറിയുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിന്ന് ത്രിതല പഞ്ചായത്തുകൾ ഒത്തുചേർന്ന സംയോജിത പദ്ധതികളിലൂടെ നാടിന്റെ വികസനം നടപ്പാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിർവഹിക്കാനുള്ളത് എന്നെനിക്കറിയാം. ജില്ലയുടെ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജില്ലയിലെ ആകമാനമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റു വകുപ്പുകളുടെയും നിർവഹണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും അത് ശരിയായ ദിശയിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള ചുമതല കൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റേതിലുണ്ട്. ജില്ലാ ആസൂത്രണ സമിതി ചെയർമാനിലും ആ ചുമതലയുണ്ട്. നമ്മുടെ ജില്ല
വളരെ മാതൃകാപരമായ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലും പിന്നെ കാർഷിക മേഖലയിലും എല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. ആ ഒരു നേട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദൗത്യത്തെ പരമാവധി നീതിയോടെ നിർവഹിക്കാൻ, ജനങ്ങൾക്ക് വികസനത്തിൻ്റെ സത്ഫലങ്ങൾ നീതിപൂർവകമായി വിതരണം ചെയ്യപ്പെടാനുള്ള ഒരു ഇടപെടൽ നടത്തും എന്നാണ് ഈ അവസരത്തിൽ പറയാം. വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രനോടും മറ്റംഗങ്ങളോടും ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറിയിലെത്തിയ VS പ്രിൻസ് ആദ്യ ഫയലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലിലാണ് ഒപ്പുവെച്ചത്. പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതിനാൽ ജങ്കാർ സർവീസ് നിർത്തിവെച്ചതോടെ ജനം ദുരിതത്തിലായിരുന്നു. ബോട്ട് സർവീസ് ആരംഭിക്കുന്നതോടെ ജനത്തിന്റെ യാത്രാ ദുരിതത്തിന് ആശ്വാസമാകും. മറ്റത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ പറമ്പിലാണ് പുലർച്ചെ 2 മണിയോടെ കാട്ടാനകൾ ഇറങ്ങി നാശനഷ്ടം വരുത്തിയത്. 60ഓളം കുലച്ച നേന്ത്രവാഴകൾ, തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് നശിച്ചത്. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ പറമ്പിലെത്തിയത്. നൂലുവള്ളി സ്വദേശിനിക്ക് കൈത്താങ്ങായി നവകേരള സദസ്സ് 45 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട ആധാരത്തിന്റെ പകർപ്പ് കൈമാറി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത തലോർ ദീപ്തി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയെ തുടർന്ന് 45 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട പ്രമാണത്തിന്റെ പകർപ്പ് മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി സ്വദേശിയായ തൈനാത്തൂടൻ വേലായുധൻ ഭാര്യ തങ്കമണിക്ക് KK രാമചന്ദ്രൻ MLA കൈമാറി. 1943-ൽ തൈനാത്തൂടൻ വേലായുധന്റെ പിതാവ് കൃഷ്ണന് എഴുതി കിട്ടിയ 14 സെന്റ് ഭൂമിയുടെ പ്രമാണമാണ് നഷ്ടപ്പെട്ടത്. നിരവധി തവണ ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറിയിറങ്ങിയെങ്കിലും രേഖകൾ ഒന്നും തന്നെ ലഭിച്ചില്ല. തുടർന്നാണ് തലൂരിൽ നടന്ന നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. നവകേരള സദസ്സിലെ പരാതിയെ തുടർന്ന് നെല്ലായി രജിസ്റ്റർ ഓഫീസർക്ക് ലഭിച്ച നിർദ്ദേശത്തിന്റെ ഫലമായി നടത്തിയ പ്രവർത്തനമാണ് മൂലാധാരം കണ്ടെത്താൻ സാധിച്ചത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വാർഡ് അംഗങ്ങളായ NP അഭിലാഷ്, സീബ ശ്രീധരൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായി. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച ഫാദർ ആന്റോ പാണാടന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവയെ തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച ഫാദർ ചാക്കോച്ചൻ കാട്ടുപറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ട് കുർബാനയും ഉച്ചകഴിഞ്ഞ് പ്രദക്ഷിണവും ഉണ്ടാകും. തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷവും നടക്കും. നിർധനർക്ക് വീട് നിർമ്മിച്ചു നൽകുക, അനാഥാലയങ്ങൾക്ക് സഹായമെത്തിക്കുക തുടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങളും തിരുനാളിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, ജനറൽ കൺവീനർ ആന്റണി തെന്നാടൻ, കൈക്കാരന്മാരായ ഡേവിസ് അരിക്കാടൻ, ജോസ് ചാത്തേലി, പബ്ലിസിറ്റി കൺവീനർ വർക്കി ജെ പ്ലാത്തോട്ടം എന്നിവർ പങ്കെടുത്തു. ആളൂർ സെന്റ് ജോസഫ് പള്ളി തിരുനാളോടനുബന്ധിച്ചുള്ള അങ്ങാടി അമ്പ് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാൻഡ് വാദ്യ മത്സരം, പിണ്ടി മത്സരം, മെഗാ ഫ്യൂഷൻ എന്നിവ അങ്ങാടി അമ്പ് ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് 20 കുടുംബങ്ങൾക്ക് 3000-ഓളം രൂപ വില വരുന്ന ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യും. നാനാജാതി മതസ്ഥരുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന അങ്ങാടി അമ്പ് കമ്മിറ്റി കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 11 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർമാരായ പോളി മൂഞ്ഞേലി, പോളി തുണ്ടിയിൽ, സെക്രട്ടറി റിൻഡോ അരിക്കാട്ട്, ആന്റണി കൈനാടത്ത് പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും ഇടവക മധ്യസ്ഥരായ തിരുക്കുടുംബത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. മുൻ വികാരി ഫാദർ ജോൺ കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ സഹകാർമ്മികത്വം വഹിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോൺസൺ ചാക്യേത്ത്, കൈക്കാരന്മാരായ ജോയ് കണ്ണമ്പിള്ളി, ജോസ് പായപ്പൻ, കൺവീനർ തോമസ് ചാക്യേത്ത് എന്നിവർ നേതൃത്വം നൽകി. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊടകര മേഖലാ സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. ചാലക്കുടി DSP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. PC പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KM ആന്റണി, റിട്ടയർഡ് SP VV ശശികുമാർ, കൊടകര SHO K ബാബു, സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. സംയോജിത പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങി CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി.
പാർട്ടി ജില്ലാ സെക്രട്ടറി എം വർഗീസ് കൃഷിയിറക്കലിന്റെ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KP പോൾ അധ്യക്ഷത വഹിച്ചു. PS ബാബു, K അനിൽകുമാർ, NN ദിവാകരൻ, KV ജനാർദ്ദനൻ, KA സുരേഷ്, KM വാസുദേവൻ, KV ബിജു, KM ബാബു, TS ബൈജു, AG ഷൈജു എന്നിവർ പ്രസംഗിച്ചു. ഉൾവനത്തിൽ മാത്രം കാണപ്പെടാറുള്ള കാക്കമരം കൊത്തിയെ മറ്റത്തൂർ പഞ്ചായത്തിലെ ചൊക്കനയിൽ കണ്ടെത്തി. പക്ഷി നിരീക്ഷകനും കവിയുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ടാണ് ചൊക്കനയിലെ റബ്ബർ പ്ലാന്റേഷനിൽ നിന്നും വൈറ്റ് ബെല്ലീഡ് വുഡ്പേക്കർ എന്ന കാക്കമരം കൊത്തിയുടെ ചിത്രം പകർത്തിയത്. പ്രകാശിന്റെ നേതൃത്വത്തിൽ ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിലെ നേച്ചർ ക്ലബ് അംഗങ്ങൾ നടത്തിവരുന്ന മറ്റത്തൂർ പഞ്ചായത്തിലെ പക്ഷികളെക്കുറിച്ചുള്ള പഠന സർവേക്കിടയിലാണ് കാക്കമരം കുത്തിയെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത്. മരം കുത്തി ഇനത്തിലുള്ള പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ കാക്കമരം കുത്തി സാധാരണയായി ഉൾവനങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. മനുഷ്യ സാന്നിധ്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇവ എത്താറില്ല. ഉൾവനത്തിലെ പക്ഷികൾ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയതിന്റെ സൂചനയാണ് ചൊക്കന പ്ലാന്റേഷനിൽ കാക്കമരം കുത്തിയെ കാണാനിടയായതെന്ന് പക്ഷി നിരീക്ഷകനായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് പറഞ്ഞു. കൊടകര GNBH ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. സ്കൂളിലെ ക്ലാസ് മുറികളുടെയും മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെയും പരിമിതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് നിർദ്ദേശത്തിൽ സമർപ്പിച്ചിരുന്ന ഈ പ്രവൃത്തിയുടെ പ്രാധാന്യം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ MLA നേരിൽ കണ്ട് അറിയിച്ചതിനെ തുടർന്നാണ് തുക അനുവദിച്ചതെന്ന് MLA പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട നിർമ്മാണ വിഭാഗത്തിനാണ് പ്രവൃത്തിയുടെ നിർവഹണ ചുമതല. നെല്ലായി മഹാമുനി മംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ ദിവസം തിരുവാതിരക്കിളി അരങ്ങേറി. വ്യാഴാഴ്ച ഉത്സവബലി ചടങ്ങുകളും ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ എഴുന്നള്ളിപ്പ് തുടങ്ങും. തൃപ്പേക്കുളം ഉണ്ണിമാര പ്രാമാണികനായ പഞ്ചാരിമേളം അരങ്ങേറും. രാത്രി 9-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് നടക്കും. 9:30-ന് കലാമണ്ഡലം മോഹന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച രാവിലെ 9-ന് ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. 10:15-ന് കൊടിക്കൽ പറ തുറന്ന് കൊടിയിറക്കം. ഉച്ചയ്ക്ക് 12:30-ന് അന്നദാനം നടക്കും. CBI ഓഫീസറായ IB ശ്രീനിവാസന് വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായി. നന്ദിപുലം മാഞ്ഞൂർ സ്വദേശിയായ ഇദ്ദേഹം തിരുവനന്തപുരം CBI ഓഫീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മുപ്ലിയം മടപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് കൊടിയേറും. പോറാത്ത് ചന്ദ്രശേഖരന്മാരും സംഘവും അവതരിപ്പിക്കുന്ന കൊടിക്കൽ മേളം അരങ്ങേറും. ഈ മാസം 30-ന് ഉച്ചതിരിഞ്ഞ് 3-ന് പൊങ്കാലയും 31-ന് മഹോത്സവവും നടക്കും. നാട്ടുവാദ്യങ്ങളുടെ ഉപാസകനെ തേടി 2022-ലെ ഫോക്ലോർ അക്കാദമി പുരസ്കാരം. കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശിയാണ് സുരേഷ്. സുരേഷ് കുന്നത്തേരി നാടൻ പാട്ടുകളുടെയും നാട്ടുവാദ്യങ്ങളുടെയും ഉപാസകനാണ്. തൈവമക്കൾ നാടൻ പാട്ടു സംഘത്തിന്റെ അമരത്തുള്ള സുരേഷ് കഴിഞ്ഞ 28 വർഷത്തോളമായി നാട്ടുവാദ്യങ്ങളുടെ ദ്രുതതാളവുമായി കേരളത്തിനകത്തും പുറത്തുമുള്ള വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭയാണ്. മരം, ചെണ്ട, തുടി, വീക്ക് തുടങ്ങി നാട്ടുവാദ്യങ്ങളുടെ വാദനത്തിലൂടെ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള സുരേഷ് 2011-ൽ ഇറ്റലിയിൽ നടന്ന ടെറമാദ പോപ്പ് ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. 2022-ൽ കലാഭവൻ ഫൗണ്ടേഷന്റെ പ്രഥമ ഓടപ്പഴം ഫോക്ലോർ പുരസ്കാരം തേടിയെത്തിയത് സുരേഷിനെയായിരുന്നു. കണിമംഗലം ഗ്രാമീണ വായനശാല തൈവമക്കൾ നാടൻ പാട്ടു സംഘത്തിന്റെ കോഓർഡിനേറ്ററാണ്. കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരിയായ റംസിയാണ് ഭാര്യ. പറപ്പൂക്കര പഞ്ചായത്തിന്റെ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് പറപ്പൂക്കര പഞ്ചായത്തിന്റെ ഓഫീസ് ഹാളിൽ വെള്ളിയാഴ്ച രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കും. ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിലെ പരിശുദ്ധ തീർത്ഥത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 6:45-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിജോ മാളിയേക്കൽ കാർമ്മികനാകും. തുടർന്ന് അമ്പെഴുന്നള്ളിപ്പ്. വൈകിട്ട് 5-ന് സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിൽ എത്തിഞ്ഞ് നൊവേന, തുടർന്ന് ചെമ്പങ്കണ്ടം സെന്റ് മേരീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പുഴിക്കുന്നേൽ സന്ദേശം നൽകും. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികനാകും. ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ഗ്ലാഡിൻ വട്ടക്കുഴി സമകാർമ്മികനാകും.
വൈകിട്ട് 5-ന് പാലക്കപ്പറമ്പ് കപ്പേളയിൽ വിശുദ്ധ കുർബാന, തുടർന്ന് കപ്പേളയിൽ നിന്നും പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദർശനം. രാത്രി 7-ന് പ്രദർശന സമാപനം, വർണ്ണമഴയും ഒരുക്കും. ക്ലസ്റ്റർ അധ്യാപക സംഗമം 3ാം ഘട്ടം നടക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. നെല്ലായി വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടത്തും. വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങ് പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ആറ്റുംകുടിയിൽ അധ്യക്ഷത വഹിക്കും. ഞായറാഴ്ച അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും. തൃശൂർ ഐ വിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നത്. നെല്ലായി സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് കൂട്ടാല ഉദ്ഘാടനം നിർവഹിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മട്ടത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഫാർമസിസ്റ്റിന്റെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത: ഫാർമസിയിൽ ഡിപ്ലോമ, ബിരുദം, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ. താല്പര്യമുള്ളവർ അപേക്ഷ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം തിങ്കളാഴ്ച 2 മണിക്ക് മുൻപായി സൂപ്രണ്ട് മട്ടത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം, പാടി, PO 650-699 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 9447669681 നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപയും പവന് 46,160 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി VS പ്രിൻസ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇടതുമുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന CPM പ്രതിനിധി PK ഡേവിസ് രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മട്ടത്തൂർ പഞ്ചായത്തിലെ താളൂപ്പാടത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. താളൂപ്പാടം മുണ്ടാടൻ ബാബുവിന്റെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചത്. നൂലുവള്ളി സ്വദേശിനിക്ക് കൈത്താങ്ങായി നവകേരള സദസ് 45 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട ആധാരത്തിന്റെ പകർപ്പ് കൈമാറി. ആളൂർ സെന്റ് ജോസഫ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊടകര മേഖലാ സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. ചാലക്കുടി DYSP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.